മലപ്പുറം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത്. വൈകുന്നേരം ഏകദേശം 4:30 മണിയോടുകൂടി വളാഞ്ചേരി സ്കൂളിൽ അധ്യാപികയായിരുന്ന സന്ധ്യ ടീച്ചർ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഗേറ്റും പ്രധാന വാതിലും തുറന്ന് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ സന്ധ്യ ടീച്ചർ കാണുന്നത് നടുക്കുന്ന കാഴ്ചയാണ്. ശരീരമാസകലം വെട്ടിനുറുക്കിയ നിലയിൽ ടീച്ചറുടെ അമ്മ രക്തത്തിൽ കുളിച്ച് പ്രധാന ഹാളിൽ കിടക്കുന്നു. കഴുത്ത് പൂർണ്ണമായും അറ്റുപോയ നിലയിലാണ്. തലയിൽ നിന്നും ഒരു ചെവിയും അടർന്നു മാറിയിട്ടുണ്ട്. അതിക്രൂര കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അലറി വിളിച്ചു കരഞ്ഞുകൊണ്ട് സന്ധ്യ ടീച്ചർ വീടിന് പുറത്തേക്കിറങ്ങി ഓടുകയും നാട്ടുകാരെയൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി. പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. സന്ധ്യ ടീച്ചറിനെയും അമ്മയെയും ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടക്കം വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി. വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്നുള്ള SI സംഘവും ആ വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ആ കാഴ്ച കണ്ട് പോലീസ് സംഘവും അമ്പരന്നുപോയി. ആ സ്ത്രീയുടെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. കുടലുകളും മാംസവും വരെ പുറത്തു വന്ന നിലയിലായിരുന്നു. കഴുത്തും ചെവിയും വെട്ടിമുറിച്ച നിലയിലാണ്. ഒരു ചെവി ഇല്ല എന്ന് തന്നെ പറയാം. ഈ സമയത്തായിരുന്നു SIയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പതിയുന്നത്. ആ സ്ത്രീ കിടക്കുന്നതിന് സമീപ പ്രദേശത്തും കട്ടിലിലും തറയിലുമൊക്കെ മുളകുപൊടി വാരി വിതറിയിരിക്കുകയാണ്. ഒരു സീസൺഡ് ക്രിമിനൽ അല്ലെങ്കിൽ ഒന്നിലധികം ക്രിമിനൽസ് ചേർന്ന് നടത്തിയ ഒരു കുറ്റകൃത്യമാണിതെന്ന് പോലീസ് സംഘത്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി. പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി. പ്രായമായ അമ്മ വീട്ടിൽ തനിച്ചായതുകൊണ്ട് തന്നെ സന്ധ്യ ടീച്ചർ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പ്രധാന വാതിലും ഗേറ്റും പൂട്ടാറുണ്ട്. എന്നാൽ അടുക്കള വാതിൽ ചാരി വെക്കാറാണ് പതിവ്. അങ്ങനെയെങ്കിൽ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാളികൾ അടുക്കളവാതിലിലൂടെ തന്നെയാകാം അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നതെന്ന് പോലീസ് ഉറപ്പിച്ചു. മറ്റൊരു കാര്യം കൂടി സന്ധ്യ ടീച്ചർ പോലീസിനോട് പറഞ്ഞു. അവരുടെ അമ്മ ധരിച്ചിരുന്ന കമ്മലുകളിൽ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. അതിനു പുറമെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന വളകളും കാണാനില്ല. ആ വീട്ടിലുള്ള അലമറകളോ മേശവലിപ്പുകളോ ഒന്നും തന്നെ തുറന്നിട്ടുമില്ല. ആ സ്ത്രീയുടെ സ്വർണ്ണാഭരണങ്ങൾ മാത്രം മോഷണം പോയതിൽ പോലീസിന് സംശയം തോന്നി. ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചെത്തിയ ആളുകളാണെങ്കിൽ അവർ നേരത്തെ തന്നെ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ പ്രധാന വാതിലും ഗേറ്റും പൂട്ടിയ നിലയിൽ കണ്ടിട്ടും ആ വീട്ടിൽ ആളുണ്ട് എന്ന് എങ്ങനെ മോഷണം നടത്താനെത്തിയ വ്യക്തികൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയം തോന്നി. അത് മാത്രവുമല്ല, അവിടേക്കെത്തിയ വ്യക്തികൾക്ക് അടുക്കളവാതിൽ ചാരിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യവും അറിവുണ്ടായിരിക്കണം. പോലീസിന്റെ സംശയങ്ങൾ ബലപ്പെട്ടു വന്നപ്പോഴേക്കും ഡോഗ് സ്ക്വാഡ് സംഭവസ്ഥലത്തേക്ക് എത്തി. മൃതദേഹവും വീടിനകവും ഒക്കെ മണം പിടിച്ച പോലീസ് നായ അവിടെ നിന്നും അടുക്കള ഭാഗത്തുകൂടിയാണ് ഇറങ്ങി ഓടിയത്. അടുക്കള ഭാഗത്തുകൂടി വെളിയിലേക്ക് ഇറങ്ങിയ പോലീസ് നായ സമീപത്തുള്ള പറമ്പിലൂടെ ഓടി അവിടെയുള്ള പ്രധാന റോഡിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ എത്തിയതിനു ശേഷം പോലീസ് നായ മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അതിന്റെ ഓട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രതി അല്ലെങ്കിൽ പ്രതികൾ റോഡിലെത്തിയതിനു ശേഷം വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി. അതുമാത്രവുമല്ല, കൊലപാതകികൾ എത്തിയിരിക്കുന്നത് വീടിന്റെ പിൻഭാഗത്തുള്ള തുറസായ പറമ്പിലൂടെയാണ്. അതുമാത്രവുമല്ല, അടുക്കളവാതിൽ തുറന്നിരിക്കുമെന്ന് ഉറപ്പുള്ള വ്യക്തികൾ തന്നെയാകാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് വിലയിരുത്തി. ഈ സമയത്ത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന വീടിനുള്ളിൽ പുരോഗമിക്കുകയായിരുന്നു. ഫോറൻസിക് സംഘം അടുക്കള ഭാഗത്തു നിന്നും മൃതദേഹം കിടന്ന ഭാഗത്തു നിന്നുമൊക്കെ ഫിംഗർ പ്രിന്റുകൾ ശേഖരിച്ചു തുടങ്ങി. എന്നാൽ മൃതദേഹം കിടന്ന ഭാഗത്ത് വിവരമറിഞ്ഞ് ആ പ്രദേശത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാരുടെ വിരലടയാളങ്ങൾ കൂടി ഇടകലർന്നിരിക്കുകയാണ്. പോലീസിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധനകൾക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അന്വേഷണം കൂടുതൽ വിപുലമാക്കി. ആദ്യഘട്ടത്തിൽ തന്നെ പരിസരവാസികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളെയെല്ലാം വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനായിരുന്നു പോലീസ് സംഘത്തിന്റെ ലക്ഷ്യം. ഇതേ സമയം തന്നെ മറ്റൊരു സംഘം പോലീസുകാർ വളാഞ്ചേരി ഭാഗത്തുള്ള ജുവലറികളിലും സ്വർണ്ണപ്പണയ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഒരു പ്രത്യേക നിർദ്ദേശവും നൽകി. കൊല്ലപ്പെട്ട കുഞ്ഞിലക്ഷ്മി അമ്മയുടെ ആഭരണങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും പണയം വെക്കാനോ വിൽക്കാനോ ചെല്ലുന്നുണ്ടെങ്കിൽ അക്കാര്യം ഉടൻ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ജുവലറികൾക്കും അതുപോലെ തന്നെ ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും പോലീസ് നൽകിയത്. നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരെങ്കിലും ഒരു ഒറ്റക്കമ്മലുമായി പണയം വെക്കാനോ വിൽക്കാനോ വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ നഷ്ടമായ മാലയ്ക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ സ്ത്രീ ധരിച്ചിരുന്നത് പഴയ മോഡലിലുള്ള ഒരു ആഭരണമായിരുന്നു. പുതിയ കാലത്ത് അത്തരത്തിലുള്ള ഒരു ഫാഷൻ തീർത്തും അപ്രാപ്യമായ സാഹചര്യത്തിൽ ആ ഡിസൈൻ കണ്ടെത്താൻ വളരെ എളുപ്പവുമാണ്. ആ മോഡലിനെ കുറിച്ചൊക്കെ സന്ധ്യ ടീച്ചർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അവരതുപോലെ തന്നെ ജുവലറികളെയും ബാങ്കുകളെയും അറിയിച്ചിരുന്നു. അത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ആ വീട്ടിൽ നിന്നും ഒരു ശബ്ദം പോലും നാട്ടുകാരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് പോലീസിനെ അതിശയിപ്പിച്ചു. നാട്ടുകാരെയും അയൽവാസികളെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും പോലീസ് സംഘത്തിന് പ്രത്യേകിച്ചൊന്നും തന്നെ ലഭിച്ചില്ല. അന്ന് വൈകുന്നേരം വരെ അന്വേഷണം നടത്തിയിട്ടും ആശാവഹമായ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല.
ഈ സമയത്തായിരുന്നു പോലീസിനെ തേടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുന്നത്. കുഞ്ഞുലക്ഷ്മിയുടെ ശരീരത്തിൽ 28 തവണ മൂർച്ചയേറിയ എന്തോ ആയുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. 28 തവണ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടും കഴുത്തിനു വരെ വെട്ടുകിട്ടിയിട്ടും ആ സ്ത്രീ മരിക്കാത്ത സാഹചര്യത്തിൽ അവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വായിച്ചറിഞ്ഞ പോലീസ് സംഘത്തിന് അതിശയം തോന്നി. വെറുമൊരു മോഷണമായിരുന്നു ഉദ്ദേശമെങ്കിൽ ആ സ്ത്രീയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ആഭരണങ്ങളുമായി കള്ളന്മാർക്ക് കടന്നുകളയാമായിരുന്നു. എന്നാൽ ആ സ്ത്രീ മരണപ്പെടണമെന്ന് അവർക്ക് നിർബന്ധമുള്ള രീതിയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ കുഞ്ഞുലക്ഷ്മി ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യത്തിൽ തങ്ങളെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഉറപ്പുള്ള വ്യക്തികൾ തന്നെയാകാം കൊലപാതകത്തിന് പിന്നിലെന്നും ആ വ്യക്തികളെ കുഞ്ഞുലക്ഷ്മിക്ക് ഒരുപക്ഷെ പരിചയമുണ്ടായിരുന്നിരിക്കാമെന്നും പോലീസ് വിലയിരുത്തി. അത് മാത്രവുമല്ല, ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത്. കൊലപാതകം നടത്തിയിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണെന്നുള്ള സൂചനകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്നത്. അതിന് കാരണം കുഞ്ഞുലക്ഷ്മിയുടെ ശരീരത്തിലേറ്റ ഒരേ ഫോഴ്സിലുള്ള വെട്ടുകളാണ്. എല്ലാ വെട്ടുകളും ഒരായുധത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഒന്നിലധികം പേർ കുറ്റകൃത്യത്തിന് പിന്നിലുണ്ടെങ്കിൽ ഒന്നിലധികം ആയുധങ്ങൾ കൊലപാതകത്തിന് ഉപയോഗിക്കേണ്ടി വന്നേക്കും. ഇവിടെ ഒരായുധം മാത്രമാണ് ശരീരത്തിൽ പതിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കൊലപാതകം നടന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഏകദേശം 1 മണിക്കും 2 മണിക്കും ഇടയിലാണ്. അയൽപ്പക്കത്തുള്ള പല വീടുകളിലും ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ കുഞ്ഞുലക്ഷ്മി അമ്മയുടെ മൃതദേഹം പട്ടാമ്പിയിലുള്ള മകന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വ്യക്തികളെയൊക്കെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി വേഷം മാറിയ പോലീസ് സംഘവും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചില കൊലപാതകികൾ കൊല നടത്തിയ ശേഷം അവരുടെ മരണാനന്തര ചടങ്ങിൽ മറ്റുള്ള ബന്ധുക്കൾക്കുണ്ടാകുന്ന ദുഃഖം കാണുന്നതിനു വേണ്ടി അവിടെ പങ്കെടുക്കാറുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും എത്തിച്ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ കൈയോടെ പിടികൂടാനായിരുന്നു മഫ്തിയിലുള്ള പോലീസ് സംഘം അവിടെ എത്തിയത്. മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയായിട്ടും കൊലപാതകിയെന്ന് സംശയിക്കാൻ കഴിയുന്ന ആരെയും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതേ സമയം തന്നെ മറ്റൊരു സംഘം പോലീസുകാർ വളാഞ്ചേരിയിലുള്ള പ്രദേശവാസികളെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു. പണയമിടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ജുവലറികൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം മറ്റൊരു വിഭാഗം നടത്തുന്നതിനിടയിൽ തന്നെ കൊലപാതകം നടന്ന വീടിന് സമീപത്തുള്ള മൊബൈൽ ടവർ ലൊക്കേഷനുകളിലേക്ക് എത്തിയിട്ടുള്ള മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ച് മറ്റൊരു സംഘം പോലീസുകാർ അന്വേഷണം വിപുലമാക്കിയിരുന്നു. സംഭവം നടന്ന സമയത്ത് ടവറുകളിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ ഫോണുകളുടെ ഡീറ്റെയിൽസ് കേന്ദ്രീകരിച്ച് വളരെ വിശദമായൊരു അന്വേഷണം തന്നെയാണ് സൈബർ സെല്ലുമായി ചേർന്ന് ഒരു വിഭാഗം പോലീസ് സംഘം നടത്തിയത്. അന്വേഷണം തകൃതിയായി നടക്കുന്നതിനിടയിലായിരുന്നു SIക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത്. വളാഞ്ചേരി ജുവലറിയിൽ നിന്നായിരുന്നു പോലീസ് സംഘത്തിന് കോൾ ലഭിച്ചത്. വളാഞ്ചേരിയിലുള്ള ഒരു ജുവലറിയിൽ ഒരു സ്ത്രീ കുറച്ച് ആഭരണങ്ങൾ വിൽക്കാൻ എത്തിയിരിക്കുകയാണ്. ഒരു മാലയും വളയും ഒരു കമ്മലും മാത്രമാണ് അവർ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്നും ജുവലറി ഉടമ പോലീസിനോട് വ്യക്തമാക്കി. പോലീസ് സംഘം ഉടൻ തന്നെ ജുവലറിയിലെത്തി കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചറിഞ്ഞു. ആ സ്ത്രീ തന്റെ മകന്റെ ഒരു ആവശ്യത്തിനു വേണ്ടി പെട്ടെന്ന് കൈവശമുണ്ടായിരുന്ന കുറച്ച് ആഭരണങ്ങൾ വിൽക്കാനാണ് ജുവലറിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ കൈവശം ഐഡന്റിറ്റി കാർഡോ മറ്റ് രേഖകളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ സ്ത്രീയെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ സ്വർണം വിൽക്കാൻ കഴിയില്ല എന്ന് ജുവലറി ഉടമകൾ ആ സ്ത്രീയെ അറിയിക്കുകയും ആ സ്ത്രീ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ജുവലറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സ്ത്രീ ജുവലറിക്ക് എതിർവശമുള്ള ഒരു കടയിലെ ജോലിക്കാരനുമായി സംസാരിക്കുന്നത് തങ്ങൾ കണ്ടിരുന്നു എന്നുകൂടി ജുവലറിയിലുള്ള ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പോലീസ് സംഘം ഉടൻ തന്നെ ജുവലറിക്ക് എതിർവശമുള്ള കടയിലെത്തുകയും അവിടുത്തെ ജോലിക്കാരനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ സ്ത്രീയെ തനിക്ക് പരിചയമുണ്ടെന്നും താൻ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന കടയിൽ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങാൻ അവരെത്തിയിരുന്നു എന്നും കടയിലെ ജീവനക്കാരൻ പോലീസിനോട് പറഞ്ഞു. അവരുടെ മകന്റെ ഒരു ആവശ്യത്തിന് കുറച്ച് സ്വർണം വിൽക്കുന്നതിന് വേണ്ടി ജുവലറിയിലെത്തിയപ്പോൾ ആ സ്ത്രീയെ ജുവലറിക്കാർക്ക് ആരും പരിചയപ്പെടുത്തി കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിലും അവരുടെ കൈവശം ID കാർഡ് ഇല്ലാത്ത സാഹചര്യത്തിലും സ്വർണം വിൽക്കാൻ കഴിഞ്ഞില്ല എന്നും ആ സ്ത്രീ പറഞ്ഞപ്പോൾ തനിക്ക് പരിചയമുള്ള ഒരു ജുവലറി അയാൾ പറഞ്ഞു കൊടുത്തു എന്നും ജീവനക്കാരൻ പോലീസിനോട് പറഞ്ഞു. അവിടെ അടുത്തു തന്നെയുള്ള ഒരു സേട്ടിന്റെ ജുവലറിയിലാണ് ആ ജോലിക്കാരൻ ആ സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുത്തത്. പോലീസ് സംഘം ഉടൻ തന്നെ ജോലിക്കാരനുമായി സേട്ടിന്റെ കടയിലേക്ക് എത്തി. സേട്ട് ആ സ്ത്രീയെ കൃത്യമായി ഓർക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ പേര് സരോജിനി എന്നാണെന്നും അവരിവിടെ തന്നെ പൈങ്ങന്നൂരിലാണ് താമസിക്കുന്നതെന്നും സേട്ട് പോലീസിനോട് പറഞ്ഞു. ആ സ്ത്രീ വിറ്റ ആഭരണങ്ങളൊക്കെ സേട്ടിന്റെ കൈവശത്തു നിന്നും വാങ്ങി പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന പഴക്കം ചെന്ന മാലയെക്കുറിച്ച് പോലീസ് സംഘം സേട്ടിനോട് ചോദിച്ചു. ആ ഒരു മാല ഒരുപാട് പഴക്കം ചെന്ന ആഭരണമാണെന്നും അത്തരത്തിലൊരു മാല ഇപ്പോഴുള്ള ആളുകൾ ധരിക്കാറില്ല എന്നും ഇവിടെ ആഭരണങ്ങൾ വിറ്റ സ്ത്രീക്കാകട്ടെ 35-40 വയസ്സിനടുത്ത് മാത്രമേ പ്രായം തോന്നിച്ചിട്ടുള്ളൂ എന്നും അവരുടെ കൈവശം ഇത്രയും പഴക്കമുള്ള മാല എങ്ങനെ വന്നു എന്ന് തനിക്ക് സംശയം തോന്നിയെന്നും ജുവലറിക്കാരനായ സേട്ട് പോലീസിനോട് പറഞ്ഞു. ജുവലറിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് സംഘം അയാളോട് ഈ ആഭരണങ്ങളൊക്കെ ഇവിടെ തന്നെ സൂക്ഷിക്കണമെന്നും പോലീസിന്റെ അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഈ ആഭരണങ്ങൾ മറ്റാർക്കും വിൽക്കരുതെന്നും ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ആഭരണങ്ങൾ ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്നും ജുവലറി ഉടമയെ അറിയിച്ചു. അതിനുശേഷം ആ ആഭരണങ്ങളുടെ എല്ലാം ഫോട്ടോസ് പോലീസ് സംഘം എടുക്കുകയും ചെയ്തു.
ഫോട്ടോസ് എടുത്ത പോലീസ് സംഘം ഉടൻ തന്നെ ഇൻസ്പെക്ടർ സിദ്ദിഖിന് ആ ആഭരണങ്ങളുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഉടൻ തന്നെ ആഭരണങ്ങളുടെ ഫോട്ടോസ് സന്ധ്യ ടീച്ചറിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ആഭരണങ്ങൾ കണ്ട സന്ധ്യ ടീച്ചർ ഉടൻ തന്നെ അത് തങ്ങളുടെ ആഭരണം തന്നെയാണെന്ന് സിദ്ദിഖിനെ വിളിച്ചറിയിച്ചു. ഇൻസ്പെക്ടർ ഉടൻ തന്നെ ആ വിവരം ജ്വല്ലറിയിൽ നിൽക്കുന്ന പോലീസുകാരെ അറിയിച്ചു. പോലീസ് സംഘം അക്കാര്യം സേട്ടിനെ അറിയിക്കുകയും ഈ നിമിഷം മുതൽ ആ ആഭരണങ്ങൾ തൊണ്ടിമുതലാണെന്നും അത് ഭദ്രമായി സൂക്ഷിക്കണമെന്നും പ്രതിയുമായി വന്ന തങ്ങളത് കസ്റ്റഡിയിൽ എടുത്തുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു. സേട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഉടൻ തന്നെ പൈങ്ങന്നൂരിലേക്ക് തിരിക്കുകയും അവിടെയുള്ള സരോജിനിയെ അന്വേഷിക്കുകയും ചെയ്തു. പോലീസ് സംഘം അന്വേഷിച്ചെത്തിയപ്പോൾ അവിടെ ഒന്നല്ല 4 സരോജിനിമാരെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. 4 പേരുടെയും ഫോട്ടോസ് എടുത്ത പോലീസ് സംഘം ആ ഫോട്ടോസ് ഉടൻ തന്നെ ജ്വല്ലറി ഉടമയായ സേട്ടിന്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ആ 4 പേരുമല്ല താൻ കണ്ട സരോജിനി എന്നായിരുന്നു സേട്ടിന്റെ മറുപടി. ആഭരണം വിറ്റ സ്ത്രീ പറഞ്ഞ സ്ഥലവും പേരുമൊക്കെ വ്യാജമായിരുന്നു. യഥാർത്ഥത്തിൽ പോലീസുകാരെയും സേട്ടിനെയും ആ സ്ത്രീ കബളിപ്പിക്കുകയായിരുന്നു. ഏതോ കൊലപാതകി മോഷണം നടത്തിയ ശേഷം കൈവശപ്പെടുത്തിയ സ്വർണം ആ സ്ത്രീയെ ഉപയോഗിച്ച് ജ്വല്ലറിയിൽ വിറ്റിരിക്കുകയാണ്. ആ സ്ത്രീയെയും കൊലപാതകിയെയും കണ്ടെത്താൻ പോലീസ് സംഘം വീണ്ടും വിപുലമായൊരു ശ്രമം തന്നെ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി നേരത്തെ ചോദ്യം ചെയ്ത വ്യക്തികളെയെല്ലാം വീണ്ടും വിളിച്ചു വരുത്തി ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. ഇത്തവണ ചോദ്യം ചെയ്യലിനിടയിൽ ആ വ്യക്തികളുടെയൊക്കെ വീഡിയോ ശേഖരിക്കുകയും പോലീസ് സംഘം ചെയ്തു. ഏകദേശം 100ഓളം വരുന്ന ആളുകളുടെ വീഡിയോയാണ് പോലീസ് സംഘം ശേഖരിച്ചത്. ആഭരണം വിറ്റ ആ സ്ത്രീയെ നേരിൽ കണ്ട് പരിചയമുള്ളത് സേട്ടിനും അതുപോലെ തന്നെ സമീപത്തുള്ള കടയിലെ ജീവനക്കാരനുമാണ്. അവരെ ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 100ഓളം വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് സംഘം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവർ 2 പേരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തികളിൽ ആരും തന്നെയല്ല ആ സ്ത്രീ എന്നുള്ളതാണ്. അതിവേഗം പ്രതിയിലേക്ക് എത്തിയെന്ന് ധരിച്ച പോലീസ് സംഘത്തിനും തെറ്റി. തങ്ങളുടെ അന്വേഷണം തെറ്റായ ദിക്കിലാണ് നീങ്ങുന്നതെന്ന് തോന്നിയ നിമിഷത്തിൽ തന്നെ ഇൻസ്പെക്ടർ സിദ്ദിഖ് സംഘവും മറ്റൊരു അന്വേഷണ മുറ അവലംബിച്ചു. കൊലപാതകം നടന്നിരിക്കുന്നത് കുഞ്ഞിലക്ഷ്മിയമ്മയുടെ മകളായ സന്ധ്യ ടീച്ചറുടെ വീട്ടിലാണ്. എന്നാൽ അവരെ അടക്കം ചെയ്തതാകട്ടെ പട്ടാമ്പിയിലുള്ള അവരുടെ മകന്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ മകൻ താമസിക്കുന്ന പ്രദേശത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ ആ ഘട്ടത്തിലാണ് പോലീസ് സംഘം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി കുഞ്ഞിലക്ഷ്മി അമ്മയുടെ മകൻ താമസിക്കുന്ന പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കപ്പെട്ടു. കുഞ്ഞിലക്ഷ്മി അമ്മയുടെ മകനെയും ബന്ധുക്കളെയും അയൽവാസികളെയും അവരുടെ ജോലിക്കാരെയും വരെ ചോദ്യം ചെയ്തു. അവരുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പോലീസ് സംഘം പകർത്തുകയും ചെയ്തു. ശേഷം ജ്വല്ലറി ഉടമയായ സേട്ടിനെയും ജോലിക്കാരനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് സംഘം പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വീഡിയോ ദൃശ്യങ്ങൾ ഒന്നൊന്നായി കാണുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി സേട്ടും അതുപോലെ തന്നെ പലചരക്ക് കടയിലെ ജീവനക്കാരനും ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ആ സ്ത്രീ എന്ന് പോലീസ് സംഘത്തോട് പറയുന്നത്. പോലീസ് സംഘത്തിന്റെ ഒരുപാട് നാളത്തെ അലച്ചിലിന് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആ സ്ത്രീ ആരാണെന്ന് പോലീസ് സംഘത്തിന് അറിയുകയും ചെയ്യാം. ആ സ്ത്രീ കുഞ്ഞിലക്ഷ്മി അമ്മയുടെ മകന്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. ആ ജോലിക്കാരിയാണ് കുഞ്ഞിലക്ഷ്മി അമ്മയുടെ ആഭരണങ്ങൾ സേട്ടിന് വിറ്റിരിക്കുന്നത്. അവരുടെ യഥാർത്ഥ പേര് ശാന്തകുമാരി എന്നാണ്. പിന്നീടധികം സമയം കളയാതെ തന്നെ പോലീസ് സംഘം കുഞ്ഞിലക്ഷ്മി അമ്മയുടെ മകന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ജോലിക്കാരി ശാന്തകുമാരി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാണെന്ന് പറഞ്ഞുകൊണ്ട് ശാന്തകുമാരിയെ പോലീസ് സംഘം തന്ത്രപൂർവ്വം ജീപ്പിലേക്ക് കയറ്റുകയും സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു. തന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജോലിക്കാരി ശാന്തകുമാരിയെ പോലീസ് സംഘം ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് എന്തിനായിരിക്കാമെന്നോർത്ത് കുഞ്ഞിലക്ഷ്മി അമ്മയുടെ മകൻ ആകെ അമ്പരന്നുപോയി. സ്റ്റേഷനിലെത്തിച്ച ശാന്തകുമാരിയെയും കൊണ്ട് ഇൻസ്പെക്ടർ സംഘവും നേരെ പോയത് സ്വർണ്ണക്കടക്കാരൻ സേട്ടിന്റെ കടയിലേക്കാണ്. അവിടെ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്തു. സേട്ടിന്റെ കടയിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുത്ത സാഹചര്യത്തിൽ തന്നെ ശാന്തകുമാരിയുടെ മുഖം വിളറി. താൻ പിടിക്കപ്പെട്ടു എന്ന് അവർക്ക് വ്യക്തമായി. നാടിനെ നടുക്കിയ കുഞ്ഞിലക്ഷ്മി അമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവരുടെ മകന്റെ വീട്ടിലെ ജോലിക്കാരി ശാന്തകുമാരിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത നാടാകെ പരന്നു. വാർത്ത മീഡിയയിലൂടെ എത്തിയതോടെ നാട്ടുകാരൊക്കെ അറിയുകയും ശാന്തകുമാരിയുമായി അവരുടെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുന്ന സമയത്ത് ആ വീടിന് ചുറ്റും നാട്ടുകാരെ കൊണ്ട് നിറയുകയും ചെയ്തു. കുഞ്ഞിലക്ഷ്മി അമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘത്തിന് യഥാർത്ഥ പ്രതികളെ കിട്ടാത്ത സാഹചര്യത്തിൽ ശാന്തകുമാരിയെ പ്രതിയാക്കിയതാണെന്ന തരത്തിൽ നാട്ടുകാർ പലരും പോലീസിനോട് പറയുകയും തട്ടിക്കയറുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു പോലീസ് സംഘം ശാന്തകുമാരിയുമായി അവരുടെ വീടിനുള്ളിലേക്ക് കയറിയതും ചില ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ആ വീടിനുള്ളിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ശാന്തകുമാരി പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ മുൻപിൽ വെച്ച് തന്നെ അവരുടെ കിടപ്പുമുറിയിലേക്ക് കയറുകയും തലേണയുടെ ഒരു ഭാഗം തുറന്ന് അതിൽ നിന്നും 40,000 രൂപ പുറത്തെടുക്കുകയും ചെയ്തു. നാട്ടുകാരൊക്കെ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ജോലിക്കാരിയായിരുന്ന ശാന്തകുമാരി അവരുടെ തലേണ തുറന്ന് അതിൽ നിന്നും അത്രയധികം പണം എങ്ങനെ എടുത്തു എന്നുള്ളതായിരുന്നു പലർക്കും സംശയം തോന്നിയത്. അതുവരെ ശാന്തകുമാരിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നവർ പോലും ആ നിമിഷത്തിൽ നിശബ്ദരായി മാറി. ശരിക്കും നടുങ്ങിപ്പോയത് ശാന്തകുമാരിയുടെ ഭർത്താവായിരുന്നു. തന്റെ ഭാര്യ അത്തരത്തിലൊരു കാര്യം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും അയാൾ കരുതിയിരുന്നില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം ശാന്തകുമാരിയുമായി സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി.
പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ ശാന്തകുമാരി പല കഥകളും പറഞ്ഞു തുടങ്ങി. ഇടയ്ക്ക് കുറച്ചുകാലം ശാന്തകുമാരി കുഞ്ഞുലക്ഷ്മിയമ്മയുടെയും മകൾ സന്ധ്യയുടെയും കൂടെ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ആ വീട്ടിലെ രീതികളെക്കുറിച്ചൊക്കെ ശാന്തകുമാരിക്ക് വളരെ നന്നായി അറിയാം. അടുക്കളവാതിൽ ചാരിവെച്ച ശേഷം വീടിന്റെ പ്രധാന വാതിലും ഗേറ്റും പൂട്ടിക്കൊണ്ടാണ് സന്ധ്യ ടീച്ചർ സ്കൂളിലേക്ക് പോകാറുള്ളതെന്നും ശാന്തകുമാരിക്ക് വ്യക്തമായി അറിയാം. ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന ശാന്തകുമാരി വിദഗ്ധമായി പ്ലാൻ ചെയ്തൊരു കാര്യമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. സന്ധ്യ ടീച്ചർ സ്കൂളിലേക്ക് പോയ തക്കം നോക്കി ശാന്തകുമാരി പിൻഭാഗത്തുള്ള പറമ്പിലൂടെ വീടിന്റെ അടുക്കള ഭാഗത്തെത്തുകയും ചാരിവെച്ചിരുന്ന കതക് തുറന്ന് അടുക്കളയിലൂടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അടുക്കളയിൽ നിന്നും വെട്ടുകത്തി കൈവശപ്പെടുത്തിയ ശാന്തകുമാരി അതുമായി പ്രധാന ഹാളിലേക്ക് കടന്നു. ഈ സമയത്ത് കുഞ്ഞുലക്ഷ്മിയമ്മ ഹാളിൽ നിൽക്കുകയായിരുന്നു. തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നിയ കുഞ്ഞുലക്ഷ്മിയമ്മ തിരിഞ്ഞു നോക്കിയ നിമിഷത്തിൽ തന്നെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ശാന്തകുമാരി കുഞ്ഞുലക്ഷ്മിയമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആ വെട്ടാണ് പിന്നീട് 28 വെട്ടുകളായി മാറിയത്. കുഞ്ഞുലക്ഷ്മിയമ്മയുടെ മരണം സംഭവിച്ചു കാണുമെന്ന് കരുതി അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ശാന്തകുമാരി ഊരിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു കുഞ്ഞുലക്ഷ്മിയമ്മ ഞരങ്ങുന്നത് ശാന്തകുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. താൻ ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി ഉപയോഗിച്ച് കുഞ്ഞുലക്ഷ്മിയമ്മയുടെ കഴുത്തിൽ കുരുക്കിട്ട് അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. കയ്യിലുണ്ടായിരുന്ന വളകൾ ഊരിയെടുത്തതിന് ശേഷമായിരുന്നു കാതിലുള്ള കമ്മൽ ഊരിയെടുക്കാൻ ശ്രമം നടത്തിയത്. കമ്മൽ ഊരിയെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ തന്റെ കൈവശമുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് കുഞ്ഞുലക്ഷ്മിയമ്മയുടെ ചെവി മുറിച്ചെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും ആ പ്രദേശമാകെ രക്തം തളം കെട്ടിത്തുടങ്ങിയിരുന്നു. ശാന്തകുമാരി എന്ന ജോലിക്കാരി ആദ്യമായാണ് ഇത്തരത്തിലൊരു കൃത്യത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തളർച്ച തോന്നിയ അവർ രണ്ടാമത്തെ കാതിലെ കമ്മൽ കൂടി ഊരിയെടുക്കാൻ ശ്രമം നടത്താതെ രക്തം പ്രദേശത്ത് തളം കെട്ടി കിടക്കുന്നത് കണ്ട് തളർച്ച തോന്നിയ ശാന്തകുമാരി അവിടെ ഒരു സോഫയിലേക്ക് ബോധരഹിതയായി വീഴുകയും ചെയ്തു. അല്പസമയം ആ സോഫയിൽ കിടന്ന് തന്റെ ക്ഷീണം മാറ്റിയതിനു ശേഷമായിരുന്നു ശാന്തകുമാരി അവിടെ നിന്നും എഴുന്നേറ്റത്. പ്രധാന ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് എത്തിയ ശാന്തകുമാരി രക്തം പുരണ്ട വെട്ടുകത്തി അടുക്കളയിലെ സിങ്കിൽ തന്നെ കഴുകി വൃത്തിയാക്കി തന്റെ സാരിത്തലപ്പ് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയ ശേഷം അത് ഇരുന്ന സ്ഥാനത്ത് തന്നെ വെച്ചു. കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ആ കഥ കേട്ടപ്പോൾ പോലീസ് സംഘത്തിന് വ്യക്തമായി. പോലീസ് സംഘം യഥാർത്ഥത്തിൽ അടുക്കളയിലുണ്ടായിരുന്ന ഉപകരണങ്ങളൊന്നും തന്നെ പരിശോധിച്ചിരുന്നില്ല. കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം അവരുടെ കൺമുൻപിൽ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് സംഘം അതറിയാതെ പോയി. കൊലപാതകം നടത്തി ആ വീടിന് പിൻഭാഗത്തു കൂടി തന്നെ ശാന്തകുമാരി പുറത്തേക്കിറങ്ങി. അതിനു മുൻപായി തന്നെ പോലീസ് നായ തന്നിലേക്ക് മണം പിടിച്ചെത്താതിരിക്കുന്നതിനായി അടുക്കളയിൽ നിന്നും കുറച്ച് മുളകുപൊടി എടുത്തുകൊണ്ടുവരികയും ആ ഹാളിലൊക്കെ വാരി വിതറുകയും ചെയ്തു. അടുക്കള വാതിലിലൂടെ വീടിന്റെ പിൻഭാഗത്തേക്കാണ് ശാന്തകുമാരി ഇറങ്ങിയത്. അവരുടെ വസ്ത്രത്തിലൊന്നും തന്നെ രക്തം തെറിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആഭരണങ്ങൾ വിൽക്കുന്നതിനായി ശാന്തകുമാരി ജുവലറിയിലേക്ക് എത്തുകയും പിന്നീട് പലചരക്ക് കടക്കാരന്റെ സഹായത്തോടുകൂടി സേട്ടിന്റെ കടയിലെത്തി ആഭരണങ്ങൾ വിൽക്കുകയും ചെയ്തു. ആഭരണം വിറ്റ് കിട്ടിയ പണത്തിൽ നിന്നും ഒരു ഭാഗം ബാങ്കിൽ കടമുണ്ടായിരുന്നത് അടച്ചു തീർത്തു. ബാക്കിയുള്ള തുകയുമായി ശാന്തകുമാരി തന്റെ വീട്ടിലെത്തുകയും തലയണയ്ക്കുള്ളിൽ ആ പണം ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. അതിനുശേഷം പട്ടാമ്പിയിലുള്ള കുഞ്ഞുലക്ഷ്മിയമ്മയുടെ മകന്റെ വീട്ടിലേക്ക് പതിവ് പോലെ ജോലിക്ക് പോവുകയും ചെയ്തു. ശാന്തകുമാരി ആ വീട്ടിലെത്തി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ സമയത്തായിരുന്നു അമ്മ മരണപ്പെട്ട വാർത്ത കുഞ്ഞുലക്ഷ്മിയമ്മയുടെ മകൻ അറിയുന്നത്. പിന്നീട് ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായി ശാന്തകുമാരിയും ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം വൈകുന്നേരം സന്ധ്യ ടീച്ചറിന്റെ വീട്ടിലേക്ക് ഓടിയെത്താനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ മുൻപന്തിയിൽ തന്നെ ശാന്തകുമാരി ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ കുഞ്ഞുലക്ഷ്മിയമ്മയുടെ സംസ്കാര ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കുകയും അന്നേ ദിവസം ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നോക്കി നടത്തുകയും ചെയ്തത് ശാന്തകുമാരി തന്നെയായിരുന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പോലീസുകാരുടെയും ഒക്കെ മുൻപിൽ ശാന്തകുമാരി ശരിക്കും അഭിനയിച്ച് തകർക്കുകയായിരുന്നു. ഒടുവിൽ ആ അഭിനയം പൊളിയുകയും ചെയ്തു. തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. മഞ്ചേരി സെഷൻസ് കോടതിയിലാണ് വിചാരണ ആരംഭിച്ചത്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി ശാന്തകുമാരിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയ കേരള പോലീസ് കോടതിയുടെ പ്രത്യേക പ്രശംസ നേടുകയും ചെയ്തു.